ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ പബ്ജിയിലെ TDMലെ ഫസ്റ്റ് മാച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽബട്ടനോട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസുകളുടെ ലൈവ് സ്ട്രീമിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ കളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ട് അപ്പോൾ നോക്കുക, നമ്മുടെ കയ്യിലൊരു സ്കാറിലാണ്. ഇപ്പോൾ 0-0 ആണ്, 40 ആയാലല്ലേ വിജയിക്കുക. അപ്പോൾ അറിയത്തില്ല, അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഞാൻ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഏതൊരു ഭാഗത്ത് ഐഡ് ചെയ്ത് നിന്നു, പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു സ്പോട്ട് ചെയ്തു. ആ ഒരു കില്ല് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞങ്ങളൊന്നും എടുത്തിട്ടുണ്ട്, മീൻസ് ഞങ്ങൾ രണ്ടെടുത്തു, അവന്മാർ രണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കില്ലെടുത്തു, അവന്മാർ കില്ലെടുത്തിട്ടുണ്ട്, 2 കില്ല്. അങ്ങനെയാണ് തോന്നുന്നത്. ഇതിൽ പോയിന്റ് കൂട്ടുക, മീൻസ് കില്ലെടുക്കുന്നതനുസരിച്ചിട്ടാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എൻ്റെ റേഞ്ച് കാര്യങ്ങൾക്കൊന്ന് പോയിട്ടുണ്ട്. അപ്പോഴേക്കും ആ ഒരു എനിമി എന്നെ കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നത്തെ റൗണ്ട് ഞാൻ ചത്തിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 5-4 എന്നുള്ള ഫോർമേഷനിലാണ് ഇപ്പോൾ ഞങ്ങളെ ടീമാണ് ലീഡ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഡാമേജ് കൊടുത്തൊരു കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടോട്ടൽ ഞാൻ 2 കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും വേറെ എനിമി അവിടെ വന്ന് നമ്മൾ റീലോഡും കാര്യങ്ങളൊക്കെ ചെയ്തു. എൻ്റെ ടീംമേറ്റാണെങ്കിൽ പോകുന്നുണ്ട്. പിന്നെ നരതിക്ക് ഡാമേജ് കൊടുത്തു, ആ ഒരു പ്ലെയറെ പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലെടുത്തു. ഈ ഒരു ഭാഗത്തോട്ട് വന്ന സമയത്ത് ഇവിടെ മൊത്തം എനിമീസ്. നരതിക്ക് ഡാമേജ് കൊടുത്ത് കില്ലും കാര്യങ്ങളൊന്നും കിട്ടിയാലും കുറേ ഡാമേജ് കാര്യങ്ങളും കൊടുത്തു. പിന്നെ ഒരുത്തനാണ് ഇങ്ങനെ ലോങ്ങിൽ നിന്നിട്ട് പടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 9-9 കട്ടയ്ക്കുള്ള മാച്ചാണ്. അപ്പോൾ നിങ്ങളിതേപോലെ തന്നെ കട്ടയ്ക്കുള്ള മാച്ച് കാര്യങ്ങൾ കളിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഈ കളി ആര് ജയിക്കും ആര് തോക്കുന്നു അതുകൂടെ ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ വേറെ അടുത്ത് നരതിക്ക് ഡാമേജ് കൊടുത്തു. ആര് കില്ല് കിട്ടില്ലെന്ന് അറിയത്തില്ല. ആര് കില്ല് നമ്മുടെ ഫ്രണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു, മീൻസ് നമ്മുടെ ടീമേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ടീമിൽ മൊത്തം ഭായിമാരുടെ മലയാളി ടീമിന് ഇതുവരെയായിട്ട് എനിക്ക് കിട്ടിയില്ല. അതുപോലെ മലയാളി ഫ്രണ്ട്സും എൻ്റെ അടുത്ത് കൂടുതലായിട്ടില്ല, ആരും തന്നെ ഇല്ല മലയാളി ഫ്രണ്ട്സായിട്ട്. അപ്പോൾ ഹെൽത്ത് കുറഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു കില്ല് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നോക്കുന്ന ഒരുത്ത മേലെ നിന്നിട്ട് നമ്മൾ കൊന്നിട്ടുണ്ട്, മീൻസ് നമ്മൾ പടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് റിവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 3-12 മീൻസ് 13-12 എന്നുള്ള ഫോർമേഷനിലായിട്ടുണ്ട്. ആര് ജയിക്കും ആര് തോക്കുന്ന അറിയത്തില്ല. അപ്പോൾ നമ്മളാണ് ഈ ഒരു ഭാഗത്ത് സമയത്ത് ഇവിടെ തന്നെ സ്നൈപ്പർ AWM കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇടുമ്പോൾ തന്നെ സ്പോട്ടിന് സ്കോപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അടിക്കാൻ പറ്റും. ഫ്രീ ഫയറിലാണെങ്കിൽ സ്കോപ്പ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടാവും. നമ്മുടെ AWM സ്നൈപ്പർ പോലുള്ള ഗൺസിന് ഇതിലങ്ങനെ ഇല്ല. സ്കോപ്പ് കാര്യങ്ങളൊക്കെ ആദ്യം ഇതിൽ വെക്കണം തോന്നുന്നു. ഒരുത്തരത്തേക്ക് ഡാമേജ് കൊടുത്തു, ആര് കില്ല് കിട്ടില്ല നേരത്തിൽ ഇതിൽ ആര് കില്ല് കിട്ടി. അപ്പോൾ ഇതിന് വീണ്ടും എനിമീസ് നമ്മൾ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചാവോ ഇല്ലെന്ന് അറിയത്തില്ല. അവിടെ മൊത്തം എനിമിയാണ്. ഒരു കില്ല് കുമ്മാൻ നോക്കി, ആ കില്ലും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കുറേ കുമ്മനും കില്ല് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതേപോലെ കുമ്മാറുണ്ടോ കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കുമ്മിയിട്ട് 6 കില്ല് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളിയിൽ ആര് MVP ആകും എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കട്ടോ. അതുപോലെ തന്നെ ഞാൻ സ്നൈപ്പർ വെച്ച് ഒരുത്തിനെ കൊന്ന്, പിന്നെ ഒരുത്തിനെ കൊന്നിട്ടുണ്ടായിരുന്നു. എത്രത്തോളം കില്ല് കാര്യങ്ങളൊക്കെ എടുക്കുന്ന അറിയത്തില്ല. ടോട്ടൽ എൻ്റെ ടീമിൻ്റെ സ്കോർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 26 സ്കോർ കാര്യങ്ങളൊക്കെ ആയിട്ട് അവന്മാർക്ക് 15 ആയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ മിക്കവാറും ജയിക്കാൻ ചാൻസ് കൂടുതൽ. എൻ്റെ കയ്യിലാണ് റീലോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്നൈപ്പർ വെച്ച് അടിക്കാൻ നോക്കി എന്നെ കൊന്ന് വേറെ ചെങ്ങായി അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയറാണ് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരൻ്റെ കയ്യിൽ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 26 പോയിൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുപോലെ തന്നെ എന്നെയാണ് ഒരുത്തം പടാക്കി, ഞാനാണ് ലാസ്റ്റ് തോന്നുന്നു അറിയത്തില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 19-27 ആയിട്ട് അവന്മാർ നമ്മളൊപ്പം പിടിക്കുന്നുണ്ട്. അവന്മാർ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ്, ഒന്നും പറയാനില്ല. എന്നാൽ കൂടെ ഞങ്ങളാണ് അടിപൊളിയായിട്ട് കളിക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ എൻ്റെ മറ്റേ കളീനേക്കാളും മീൻസ് നമ്മുടെ ഫസ്റ്റ് ഇട്ട കളീനേക്കാളും ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും കമൻറ്റ് ഇട്ടേക്കട്ടെ. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, എനിക്കൊന്ന് അറിയാൻ വേണ്ടി എൻ്റെ കളി കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ഗെയിം പ്ലേ കാര്യങ്ങളൊന്നും കാണാത്തവരുണ്ട് നമ്മുടെ ചാനലിൽ കയറി ചെക്കൗട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്ന നേരത്തെ തന്നെ ഒരു കില്ല് കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് 1-2 കില്ല് എടുത്തു. ഇപ്പോൾ ലോങ്ങിലുള്ള എനിമിക്ക് നരതിക്ക് ഡാമേജ് കൊടുത്തു, അവിടുന്ന് ഒരു കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കണി ഞാൻ പ്രോ പ്ലെയർ ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയൊക്കെ അടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കടന്നിട്ടൊക്കെ ആയിട്ട് 1 HP ഒരുത്തന്നെ നൈസ് തന്നെ അടിച്ച് കൊല്ലും ചെയ്തു ഞാൻ. അതെനിക്ക് അതിലേറെ സന്തോഷപ്പെട്ടു, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും 1 HP ഒരുത്തനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എനിമീസിനെ പെട്ടെന്നൊക്കെ 1 HP കാര്യങ്ങളൊക്കെ കൊല്ലാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ സ്കോർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 32 പോയിൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അവന്മാർക്ക് 24 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളി മിക്കവാറും ഞങ്ങൾ ജയിക്കാനാണ് കൂടുതൽ ചാൻസ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കാണല്ലോ കൂടുതൽ പോയിൻറ്റ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ജയിക്കാൻ ചാൻസ്. പറഞ്ഞിരിക്കുന്ന നേരത്തെ ഒരുത്ത് നൈസ് തന്നെ എന്നെ പടാക്കിയ ഈ കളി തോക്കൊന്നും അറിയത്തില്ല. ഇനി വെറും 6-3-4 പോയിൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്താൽ മതി എന്ന് ഞങ്ങൾ ജയിക്കുന്നതായിരിക്കും ഈ കളി. അപ്പോൾ നോക്കുകയാണെങ്കിൽ 37 സ്കോർ കാര്യങ്ങളൊക്കെ ആയിട്ട് 40 എടുത്താൽ ഞങ്ങൾക്ക് ജയിക്കാം. അപ്പോൾ മീൻസ് എനിക്ക് ഏകദേശം 3 കില്ല് കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ടീം ജയിക്കുന്നതായിരിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 38 പേര് ലൈവായിട്ടുണ്ട്, മീൻസ് 38 സ്കോർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പറയുന്നതിൽ കുറേ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ക്ഷമിക്കുക. പിന്നെ ഞാൻ തന്നെ ലാസ്റ്റ് പ്ലെയറൊക്കെ ഒന്ന് വിറ്ററി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നാൽ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്തുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്നത് ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇത് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ലൈവ് സ്ട്രീമും ഡെയിലി നമ്മളിനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.